മാർ ജോസഫ് പാംബ്ലാനിക്കെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ല എന്ന് വിമർശനം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ പാംബ്ലാനി BJPക്കെതിരെ പറഞ്ഞു. ജാമ്യം കിട്ടിയപ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. ഇടയ്ക്കിടയ്ക്ക് വരുന്ന മനംമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നും MV ഗോവിന്ദൻ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമണം വന്നു. പമ്പ്ലാനി അപ്പഞ്ഞുട്ടി. പമ്പ്ലാനി ഞാൻ പേരുപയോഗിച്ചത് ബോധപൂർവമാണ്. അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് പമ്പ്ലാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും. അവസാനം ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സൂപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ. മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടി വരുന്നതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത് ഭരണഘടനയാണ്. അത് നടപ്പിലാക്കുന്നതിൽ ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ, മറ്റൊന്നാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ജുഡീഷ്യറി, CAG, CBI, IT. ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണമായ കീഴടങ്ങലിന് വിധേയപ്പെട്ടിരിക്കുന്നു. ഏതാ ഈ അർദ്ധ സൈനിക വിഭാഗം? അർദ്ധ സൈനിക വിഭാഗം എന്ന് പറഞ്ഞാൽ RSS ആണ്. RSSന് വിധേയപ്പെട്ടിരിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾ.